തേർഡ് ട്രിമസ്റ്ററിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. MS Diary എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ആപ്പാണ്. അതിൽ നമുക്ക് ഓഫർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ബേബി വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആമസോണിലാണ് നമ്മൾ ഈ വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു പേജിലേക്ക് വന്നത്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഡ്യൂ ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഒരു വിഷ് ലിസ്റ്റ് പേജ് ഓപ്പൺ ആകും. ഞാൻ ഓൾറെഡി ഒരുപാട് പ്രൊഡക്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെയിൽ ട്രിമ്മറിന് 14.99 ആണ് നോർമൽ പ്രൈസ്. ഇത് നമ്മൾ വിഷ് ലിസ്റ്റ് നിന്ന് കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 15% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് കാർട്ടിലേക്ക് വരിക. ആ ഒരു പ്രൈസിൽ നമുക്ക് അത് ബൈ ചെയ്യാനും പറ്റും. ആൻഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ പ്രഗ്നൻസി ആൻഡ് ബേബി റിലേറ്റഡ് പ്രൊഡക്ട്സ് വി ക്യാൻ ക്ലെയിം വിത്ത് ഡിസ്കൗണ്ട്. ഏതൊക്കെയാണ് ഡിസ്കൗണ്ട് എലിജിബിൾ എന്നുള്ളത് നമുക്ക് ആ വിഷ് ലിസ്റ്റ് പേജിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു 5 days വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രൊഡക്ട്സ് അതിലേക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ ബൈ ചെയ്യാം. ആൻഡ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് തേർഡ് ട്രിമസ്റ്റർ ഈസ് ബേബി മൂൺ. അപ്പോൾ നമ്മുടെ ബേബി മൂൺ തീമിൽ നമുക്ക് മെഹന്തിയുടെ വന്നിട്ടുണ്ടായിരുന്നു. ഹെനിക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ആണ്. ആ അക്കൗണ്ട് ഞാൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മെന്റലിയും ഫിസിക്കലിയും ഞാൻ ഓക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ഒരു ബേബി മൂൺ ഡിസിഷൻ എടുത്തത്. നമ്മൾ ഓൾമോസ്റ്റ് 28 വീക്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ആസ്പയർ എയർലൈൻ പോളിസീസ് സിംഗിൾ പ്രഗ്നൻസിക്കാർക്ക് 28 വീക്സ് വരെ മാത്രമാണ് ഈ ഒരു നോട്ടില്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഫിറ്റ് ഫ്ലൈ നോട്ട് വേണം അപ് ടു 36 വീക്ക്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ട്രാവൽ ചെയ്യുന്ന ടൈമിൽ. അത് നമുക്ക് മിഡ് വൈഫിൻ്റെ അടുത്താണ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നത് ട്രിപ്പിന്റെ ഒരു 2-3 days മുന്നേ ആയിരുന്നു. ബിക്കോസ് അവർക്ക് 7 days ഡ്യൂറേഷനിലാണ് ഈ ഒരു നോട്ട് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോഴും ഈ നോട്ട് ആവശ്യമുണ്ട്. ആൻഡ് ആ അപ്പോയിൻമെന്റിൽ അവർ നമ്മുടെ BP, യൂറിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ആൻഡ് നമ്മൾ പ്രഗ്നൻസിയിൽ വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ആ ഒരു ഫിറ്റ് ഫ്ലൈ നോട്ട് കിട്ടും. ഞങ്ങളുടെ ബേബി മൂൺ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മോണ്ടിനിഗ്രോ ആയിരുന്നു. 30 weeks and 3 days ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ ഈ ബേബി മൂൺ പോകുന്നത്. 7th month എൻഡിൽ 14th of April ഒരു 4-day ട്രിപ്പ് ആയിരുന്നു. സോ സ്റ്റീഫന്റെ ഫ്രണ്ടിൽ ഒരു ബേബി മൂൺ ഷൂട്ട്. അതെന്റെ ഒരു ഡ്രീം കം ട്രൂ. അതിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്റെ പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. ബൈ.